ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. മോത്തി ദ ബേബി എലിഫൻറ്റ്. മോത്തി എന്ന് പറയുന്ന ഒരു ചെറിയ ആനക്കുട്ടിയുടെ കഥയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ നമ്മൾ കാണുന്നതാണ് മോത്തി. മോത്തി പേര് പറയുകയാണ്. ഐ ആം മോത്തി. ഞാനാണ് മോത്തി. ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഹി ഈസ് എ പാരറ്റ്. അവനൊരു തത്തയാകുന്നു. കണ്ടില്ലേ, മോത്തിയുടെ മുകളിലാണ് കയറിയിരിക്കുന്നത്. ഇനി പറയുന്നത് ഐ ഹാവ് എ ബോൾ. എനിക്കൊരു ബോളുണ്ട്, കളിക്കാനാണ് അല്ലേ. അപ്പോൾ മോത്തിക്ക് ഒരു ബോളുണ്ട്. പിന്നെയോ ഐ ലവ് പ്ലേയിങ് വിത്ത് ദ ബോൾ. എനിക്ക് ആ ബോൾ വെച്ചിട്ട് കളിക്കാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് മോത്തി പറയുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ബോളാണ്. വൺ ഡേ ഐ ഗോട്ട് എ ബിഗ് ബോൾ. കളർ ദ ബോൾ പ്ലീസ്. ഒരു ദിവസം എനിക്ക് വലിയ ഒരു ബോൾ കിട്ടി. അതൊന്ന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഐ ഹാവ് ആൻ അംബ്രല. ഐ ലൈക്ക് ഇറ്റ്. എനിക്കൊരു കുടയുണ്ട്, അതും എനിക്ക് ഇഷ്ടമാണ്. ഐ പ്ലേ ദ ഗിറ്റാർ. ഞാൻ ഗിറ്റാർ വായിക്കും. എല്ലാവരും കണ്ടിട്ടില്ലേ ഗിറ്റാർ? ഗിറ്റാർ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ പറയുന്നത് ഐ സിങ് സോങ്സ്. ഞാൻ പാട്ടുപാടും. ഐ ലൈക്ക് ബാത്തിങ് ഇൻ കളേഴ്സ്. വാട്ട് എ ഫൺ. എനിക്ക് കളറുകളിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് എന്നാണ് മോത്തി പറയുന്നത്. പിന്നെയോ ഐ ക്യാൻ പെയിൻറ്റ് ഓൺ ദ വാൾസ്. ചുമരിലൊക്കെ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്യും. എന്തുപയോഗിച്ചിട്ടാണ്? ട്രങ്ക് ഉപയോഗിച്ചിട്ട്, തുമ്പിക്കൈ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്. മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്. പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇതാരാണ് മോത്തിക്ക് കൊടുത്തത്? അമ്മയാണ് മോത്തിക്ക് ഇത് കൊടുത്തത്. ലാസ്റ്റ് പറയാണ് ഐ ആം സ്ലീപ്പി. ലെറ്റ് മീ സ്ലീപ്പ്. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് ഡിയേഴ്സ് എന്ന് പറഞ്ഞ് മോത്തി ഉറങ്ങാൻ കിടന്നു. ഓക്കെ ഡിയേഴ്സ്, എങ്ങനെയുണ്ട് മോത്തിയുടെ സ്റ്റോറി? മോത്തി ഒരുപാട് കഴിവുകളുള്ള ഒരു നല്ല ബേബി എലിഫൻ്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും തന്നിരിക്കുന്നത് കണ്ടില്ലേ? 26 ആൽഫബറ്റ്സ്, അക്ഷരങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലും എഴുതാം, സ്മോൾ ലെറ്ററിലും എഴുതാം. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളും എഴുതി പഠിക്കണം, എ മുതൽ സെഡ് വരെ. ഇനി നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് എഴുതാം. കണ്ടില്ലേ? ഇതാണ് സ്മോൾ ലെറ്റേഴ്സ്. ഇതും എ മുതൽ സെഡ് വരെയാണ്. അപ്പോൾ എല്ലാവരും എഴുതി പഠിക്കണം. ഇനി നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഒന്ന് കൂട്ടി എഴുതി നോക്കിയാലോ? കണ്ടില്ലേ? ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും നമ്മൾ എ മുതൽ സെഡ് വരെ എഴുതി ഒരു ട്രെയിൻ ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ ഹോംവർക്കും. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യണം. Okay dears, complete your textbook activities and study well. See you in next class. Thank you.